നമസ്കാരം. സംഘർഷം തുടരുന്ന ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം മയപ്പെടുത്താൻ കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇടപെടൽ എന്നാണ് ഏറ്റവും പുതിയ വാർത്ത ഹെഡ്ലൈനായി പുറത്തുവരുന്നത്. അത്ഭുതം എന്ന് പലരും എഴുതി ചേർക്കുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നാലെ നെതന്യാഹുവിന്റെ കാരണം അല്ലെങ്കിൽ ചേതോ വികാരം? ഇതാണ് എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം. നെതന്യാഹുവിന്റെയും മറ്റ് അറബ് നേതാക്കളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് സൈനിക നീക്കം തൽക്കാലത്തേക്ക് നിർത്തിവച്ചതെന്ന് US വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ആശങ്കയും ആക്രമണത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള സംശയങ്ങളും കാരണം നെതന്യാഹു ട്രംപിനോട് ആക്രമണം വൈകിപ്പിക്കാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. ഖത്തർ, സൗദി അറേബ്യ, ഒമാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളും സമാനമായ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ഇറാൻ തങ്ങളുടെ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമോ എന്നും ഇസ്രായേൽ, അറബ് രാജ്യങ്ങളും ഭയപ്പെട്ടിരുന്നു. യുഎസിന്റെ ഏതൊരു സൈനിക താവളവും ആക്രമിക്കുമെന്ന ഇറാന്റെ മുന്നറിയിപ്പാണ് ഈ ആശങ്കകൾക്ക് കാരണമെന്ന് കൂടി പറയാം. ഇറാനെതിരെ ഇപ്പോൾ സൈനിക നടപടി വേണ്ടെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉണ്ടായാൽ പശ്ചിമേഷ്യൻ മേഖലയിലാകെ സംഘർഷം വ്യാപിപ്പിക്കുമെന്ന ആശങ്ക നെതന്യാഹു ട്രംപിനോട് പങ്കുവച്ചു. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇസ്രായേലിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അമേരിക്ക സ്വീകരിച്ചതായാണ് റിപ്പോർട്ട്. സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, ഒമാൻ രാജ്യങ്ങളും ഇറാനെതിരായ സൈനിക നടപടിയിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസുമായി നെതന്യാഹു അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപുമായി തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അദ്ദേഹം സംസാരിച്ചു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ഇറാൻ സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കില്ലെന്ന ഉപദേശം മറ്റ് അറബ് രാജ്യങ്ങളും നൽകി. സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, ഒമാൻ രാജ്യങ്ങളും വൈറ്റ് ഹൌസുമായി ചർച്ച നടത്തുന്നുണ്ട്. അതേസമയം സാമ്പത്തിക ഉപരോധം ശക്തമാക്കി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് എന്ന് പറയാം. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വൈറ്റ് ഹൌസുമായി നെതന്യാഹു അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപുമായി വൈസ് പ്രസിഡന്റ് JD വാൻസുമായും അദ്ദേഹം പ്രത്യേകമായി സംസാരിക്കുകയും ചെയ്തു. അമേരിക്ക ഇറാനെ ആക്രമിച്ചാലും ഇറാൻ സർക്കാരിനെ താഴെ ഇറക്കാൻ സാധിക്കില്ലെന്ന ഉപദേശം മറ്റ് അറബ് രാജ്യങ്ങളും നൽകുന്നതിലൂടെ തന്നെ എല്ലാവരും ഇതുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒമാനും ഖത്തറും സൗദി അറേബ്യയും ഈജിപ്തും രാജ്യങ്ങൾ വൈറ്റ് ഹൌസുമായി ചർച്ച നടത്തിയതും അതേസമയം സാമ്പത്തിക ഉപരോധം ശക്തമാക്കി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നതെന്നും പറയുന്നു. ഗസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലും വരുന്നു. രണ്ടാം ഘട്ടം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്നതായി അമേരിക്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. US പശ്ചിമേഷ്യൻ സ്റ്റീവ് വിറ്റ്കാഫ് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. കരാർ നടപ്പാക്കാൻ ഹമാസ് സന്നദ്ധമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിറ്റ്കാഫ് പറഞ്ഞു. അവസാന ബന്ദിയുടെ മൃതദേഹം ഹമാസ് കൈമാറിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.